നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കും TV പ്രശാന്തിനും കോടതി നോട്ടീസ് നൽകാൻ ഉത്തരവിട്ടു. തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. കേസ് ഈ മാസം 10-ന് വീണ്ടും പരിഗണിക്കും. പള്ളിത്തർക്ക കേസിൽ യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികളുടെ ഭരണനിർവഹണ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീം കോടതി. സ്കൂളുകൾ, ആശുപത്രി, സെമിത്തേരി അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും നൽകണം. ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. 100 കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അവസാനമായി ഒന്ന് കാണാൻ അവിടെ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30-യോടെയാണ് അപകടം ഉണ്ടാവുന്നത്. സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം സംഭവിച്ചത്. കാഴ്ച മങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരെ കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിലാണ് 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ CPM പുറത്താക്കി. ജില്ലാ സെക്രട്ടറി തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. പാർട്ടി തത്വങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയും പൊതുജനമധ്യങ്ങളിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പുറത്താക്കൽ. മധുവിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെന്ന കേസിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും നടനുമായ K മണികണ്ഠനു സസ്പെൻഷൻ. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒക്ടോബർ 29-ന് ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ റെയ്ഡ് നടന്നത്. 1,90,000 രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമാണ് മണികണ്ഠൻ. വാടക വീട്ടിൽ നിന്ന് പണത്തിനു പുറമെ മൊബൈൽ ഫോണും ചില രേഖകളും കണ്ടെത്തിയിരുന്നു. പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് മണികണ്ഠനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ വനവകുപ്പ് കേസെടുത്തു. ഹൈക്കോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള അകലം പാലിച്ചില്ലെന്ന് പറഞ്ഞാണ് ക്ഷേത്ര ഭരണസമിതിക്കെതിരെ കേസെടുത്തത്. വനംവകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സർക്കാർ രൂപീകരണം നീളുന്നു. ഏക്നാഥ് ഷിൻഡെ ആശുപത്രിയിൽ കൂടുതൽ പരിശോധന നടത്താനാണ് ഡോക്ടർമാരുടെ തീരുമാനം. പനിയും ശ്വാസമുട്ടലിനെയും തുടർന്ന് ആശുപത്രിയിൽ വിശ്രമത്തിലായിരുന്നു. സർക്കാർ രൂപീകരണ ചർച്ചകൾ പാതി വഴിയിൽ നിർത്തിയാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിച്ചേക്കും. നിരക്ക് വർധനയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറയുന്നത്. ജലവൈദ്യുതി പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. വൈദ്യുതി ഉൽപാദന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും പ്രശ്നങ്ങൾക്ക് കാരണമാണ്. ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാകും നിരക്ക് വർദ്ധിപ്പിക്കുക. ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് ശരാശരി 34 പൈസ വീതം കൂട്ടണമെന്നാണ് KCBയുടെ ആവശ്യം. ഗാസയിൽ തടവിലുള്ള ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേൽക്കുന്നതിനു മുൻപ് ബന്ദികളുടെ മോചനം നടന്നിരിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രൂത്ത് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു അന്ത്യശാസനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇതുവരെ ട്രംപിന്റെ വാക്കുകളോട് പ്രതികരിച്ചിട്ടില്ല. ആക്രമണത്തിനിടെ ഹമാസ് 251 പേരെ ബന്ദികളാക്കിയതായാണ് വിവരം. ഇവരിൽ കുറെ പേർ മരിച്ചുവെന്നും 97 പേർ ഗാസയിലുണ്ടെന്നുമാണ് സൂചന.